YouTube. So welcome back again to RQ360. ഇന്നത്തെ നമ്മുടെ ട്രാവലിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു പ്ലാൻഡ് ട്രാവലോ കാര്യങ്ങളോ ഒന്നുമല്ല. ഇത് ആക്ച്വലി പ്ലാൻ ചെയ്തത് ഓൾ ഓഫ് എ സഡൻ രാവിലെ വന്നു വിളിച്ചു, എടാ റോസ്മല പോവാം, ചുമ്മാ പ്ലാൻ ചെയ്തതാണ്. സോ അങ്ങനെ രാവിലെ ഇറങ്ങി ഞങ്ങൾ ജസ്റ്റ് ഒരു ട്രിപ്പ് അടിക്കുക എന്നുള്ള രീതിയിൽ ഏർലി മോർണിംഗ് ഒരു 5:36 ആയപ്പോൾ ഞങ്ങൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തു. സോ ഗൈസ്, അങ്ങനെ നമ്മളൊരു പെട്രോൾ ബങ്കിൽ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടി കയറിയതാണ്. അപ്പോൾ അതിനുശേഷം പ്ലാൻ ആക്ച്വലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് നേരെ തെന്മല പോകുന്നു. തെന്മലയിൽ നിന്ന് നേരെ റോസ്മല കയറാനുള്ള പ്ലാനാണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത്. ആക്ച്വലി റോഡ് എങ്ങനെ ഉണ്ടാവുമെന്ന് പറഞ്ഞുകൂടാ, എന്നാലും നമ്മൾ ജസ്റ്റ് ഒന്ന് പോയി നോക്കുകയാണ്. ആൻഡ് ജസ്റ്റ് ഒരു ഹോൾട്ട് എടുത്തതേ ഉള്ളൂ പെട്രോൾ ബങ്കിൽ ജസ്റ്റ് പെട്രോൾ അടിക്കാൻ വേണ്ടിയിട്ട്. സോ ഇത് കിരൺ, നമ്മുടെ ഫസ്റ്റ് സബ്സ്ക്രൈബർ. സോ കിരണാണിത്. ആൻഡ് നമുക്ക് അവിടെ ആക്ച്വലി പ്രത്യേകിച്ച് പ്ലാനൊന്നുമില്ല, ജസ്റ്റ് ഓൾ ഓഫ് എ സഡൻ ഇട്ട പ്ലാനാണ്. അവിടുത്തെ ക്ലൈമറ്റും അവിടുത്തെ റോഡ് എങ്ങനെയെല്ലാം ഉണ്ടാവുമെന്ന് നമുക്കൊന്ന് കണ്ടറിയാം. സോ ഞങ്ങൾ ഓൺ ദ വേയിൽ തെന്മലയ്ക്ക് പോകുന്ന വഴിക്ക് വെച്ചിട്ട് ജസ്റ്റ് ഒരു ഡീവിയേഷൻ എടുത്തായിരുന്നു. അവിടെ കല്ലട ഇറിഗേഷൻ വാട്ടർ ഫ്രണ്ട് ഡാം വ്യൂ ഓർ സംതിങ് അങ്ങനെ എന്തോ പറഞ്ഞിട്ടാണ്. അപ്പോൾ ഞങ്ങൾ ആ ഒരു ചെറിയൊരു സ്ലൈറ്റ് റൈറ്റ് എടുത്തിട്ട് ഞങ്ങൾ ഈ ഒരു വ്യൂവിലോട്ട് വന്ന സമയത്ത് ഇറ്റ് ഈസ് ടോട്ടലി ഓസം. ഒരു നേച്ചർ ബ്രീത്ത് അല്ലെങ്കിൽ ഒരു നാച്ചുറൽ നേച്ചർ ശ്വാസമൊക്കെ എടുക്കത്തില്ല നമ്മൾ, ആ ഒരു ഫീൽ ഈ ഒരു ആംബിയൻസിൽ നിന്ന് യു ക്യാൻ എൻജോയ് റിയലി. കാരണം ഈ ഒരു ഓപ്പൺ ഫ്രണ്ട് എന്ന് പറയുന്ന ഏരിയയിൽ നമ്മൾക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് സേഫ് ആൻഡ് സെക്യൂർ. പക്ഷേങ്കിൽ കോവിഡ് ആൻഡ് കൊറോണ ആൻഡ് ഓൾ നമ്മളത് ഒരു റെസ്ട്രിക്ഷൻസ് ഉണ്ട്. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് ബ്യൂട്ടിഫുൾ. ഈ ഒരു ആംബിയൻസിൽ നിങ്ങൾ കാണുകയാണെന്ന് വെച്ചാൽ ഇറ്റ് ഈസ് ടോട്ടലി ഓസം. ജസ്റ്റ് ലുക്ക് അറ്റ് ദിസ്. ഇതേപോലെ ഒരു ആംബിയൻസ് നമുക്ക് വേറെ എങ്ങും ഇതുവരെയായിട്ടും ഞാൻ എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. സോ എൻജോയ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തെന്മല എക്കോ ടൂറിസം ലൈനിൽ നിന്ന് നേരെ ഒരു ഹോട്ടലിൽ കയറിയിട്ടാണ്. ഇത് കിരൺ. സോ ഹലോ. സോ ഇതാണ് ഹോട്ടൽ രുചി ഹോട്ടൽ. സോ ഇവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ചു. സോ നോക്കാം ഇവിടുന്ന് എങ്ങനെ ഉണ്ടാവുമെന്ന്. സോ നമ്മളിപ്പോൾ ജസ്റ്റ് ബൈക്കൊന്ന് പാർക്ക് ചെയ്തിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. സോ അതിനുശേഷം ഫുഡ് കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ടൊന്ന് കയറിയതേ ഉള്ളൂ. സോ ഗൈസ്, അങ്ങനെ ഫുഡ് കഴിച്ച് നമ്മൾ തിരിച്ചിറങ്ങി. സോ കുഴപ്പമുണ്ടായിരുന്നില്ല, നന്നായിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി പൊറോട്ടയാണ് ഇവിടുത്തെ സ്പെഷ്യലെന്ന് തോന്നുന്നു. അപ്പോൾ ഇവിടുന്ന് കഴിച്ചിട്ട് തിരിച്ചിറങ്ങി നമ്മൾ പിന്നെയും കണ്ടിന്യൂ ചെയ്യാൻ പോവാണ്. സോ ഗൈസ്, അങ്ങനെ തമിഴ്നാട് കേരള ഒരു റെയിൽവേ ലൈനാണിത്. ഒരു മേജർ ബോർഡർ ലൈൻ ക്രോസ് എന്നുകൂടെ പറയാം. അതിൻ്റെ ഒരു ഹൈ വ്യൂവിലോട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് കയറാൻ പോവാണ്. ആസ് യൂഷ്വൽ ഇത് കിരൺ. സോ മേഡിൽ നിന്നുള്ള വ്യൂ എങ്ങനെയായിരിക്കും നമുക്ക് അറിഞ്ഞുകൂടാ. സോ ഫട്ടാഫട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് മേളിൽ കയറിയിട്ട് വിൽ ഹാവ് എ ലുക്ക്. കയറുമ്പോൾ തന്നെ നമുക്കൊരു ഹൈ റേഞ്ച് വ്യൂ കാണാമെങ്കിൽ സി ദിസ് ഹൗ ദി വ്യൂ. ആ ഒരു ചെറിയൊരു ലേക്കല്ല, ഒരു ഡാമിൽ നിന്ന് വരുന്ന ലൈനാണിത്. അപ്പോൾ നമ്മൾ ഇനിയും മേളിലോട്ട് കയറുമ്പോൾ ദ വ്യൂ വിൽ ബി ബ്യൂട്ടിഫുൾ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതെൻ്റെ ഫസ്റ്റ് ടൈമാണ്. ആൻഡ് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി തന്നെ ഇറങ്ങിയത്, വേറൊന്നുമല്ല. രാവിലെ വിളിച്ചിറക്കി പോവാമെന്ന് പറഞ്ഞു. സോ ആസ് യൂഷ്വൽ കിരൺ ഉള്ളതുകൊണ്ട് അങ്ങനെ ചാടി പുറപ്പെട്ടു. സോ അഗെയിൻ വി ഹാവ് ഫ്യൂ മോർ സ്റ്റെപ്സ്. ആക്ച്വലി ഈ റെയിൽവേ ലൈനിൻ്റെ പ്രത്യേകത എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് നമ്മൾ ഈ ടണലിൻ്റെ അകത്തോട്ട് ചുമ്മാ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കുവാണ്. പീക്ക് ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ ട്രാവൽ കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ, ഇതിൻ്റെ ടോപ്പ് വ്യൂ ഇങ്ങനെ തന്നെയാണ് നമ്മൾ കാണുന്നത്. ഓക്കെ, ജസ്റ്റ് എനിക്ക് ഈ ഒരു ലൈൻ ഞാൻ ഇതുവരെയായിട്ട് എൻ്റെ ലൈഫിൽ കണ്ടിട്ടില്ല. ആൻഡ് ഫസ്റ്റ് ടൈം നമുക്കൊരു ചെന്നൈ എക്സ്പ്രസ് മൂവിയുടെ ഒരു എന്താ പറയുക, ആ ഒരു സ്റ്റാർട്ടിങ് എന്ന് തന്നെ പറയാം. സീ ദി ആംബിയൻസ്, ഹൗ ബ്യൂട്ടിഫുൾ ഇറ്റ് ഈസ്. അങ്ങനെ ആ റെയിൽവേ ലൈൻ അവിടെ ആ ടണലിലോട്ട് എൻ്റർ ചെയ്യുകയാണ്. ആൻഡ് ഇതാണ് തെങ്കാശി, ടുവേർഡ്സ് തെങ്കാശി ആൻഡ് പുനലൂർ സൈഡ്. ആൻഡ് ഒരു 360 വ്യൂ ആണ് ഇപ്പോൾ നിങ്ങൾ കണ്ടത്. ഇതങ്ങനെ ജോയിൻ ചെയ്യുകയാണ്. ഈ ഒരു ലൈൻ അങ്ങനെ നമ്മൾ കണ്ടിന്യൂ ചെയ്യുകയാണെങ്കിൽ വിൽ ബി ഏബിൾ ടു നമുക്കങ്ങനെ തെങ്കാശി പോയി ജോയിൻ ചെയ്യാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ റോസ്മലയ്ക്കുള്ള റൂട്ടിലോട്ട് കയറി. ബട്ട്
ഇപ്പോൾ നമ്മൾ മെയിൻ റോഡിൽ നിന്ന് ഒരു ഡീവിയേഷൻ എടുത്തിട്ടുണ്ട് നമ്മുടെ റൈറ്റിലോട്ട്. ആര്യങ്കാവ് ജംഗ്ഷനിൽ നിന്ന് നേരെ റൈറ്റ് എടുത്തിട്ടാണ് നമ്മൾ കയറുന്നത്. ഇവിടെ ചെറിയൊരു പുഴ പോലെയോ അല്ലെ അരുവി പോലെയെന്നൊക്കെ പറയാം. സോ ഇതൊരു ചെറിയൊരു ബ്രിഡ്ജ് ഏരിയ ആണ്. നമുക്ക് അവിടെയാണ് ഒരു ചെക്ക് പോസ്റ്റ് ഉള്ളത്. നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളും അവിടെ കൊടുത്തിട്ടേ നമുക്ക് മേലോട്ട് പോകാൻ പറ്റത്തുള്ളൂ. ലെറ്റ്സ് സീ. ഇപ്പോൾ കോവിഡും കാര്യങ്ങളും ആയതുകൊണ്ട് അവർ അലോ ചെയ്യുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാ. എന്താണെന്നുള്ളതിൻ്റെ ഡീറ്റെയിൽസ് ഞാനിപ്പോൾ ഇത് തന്നെ കാണാം. സോ ഇതാണ് ഇവിടുത്തെ പ്രോസസ്സും കാര്യങ്ങളും. സോ നമ്മൾ ഡീറ്റെയിൽസും കാര്യങ്ങളും എൻ്റർ ചെയ്തിട്ട് എസ്പെഷ്യലി വെഹിക്കിൾ ഡീറ്റെയിൽസ് എഴുതി കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളെ അകത്തോട്ട് അലോ ചെയ്യത്തുള്ളൂ. സോ ഇതാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളും റോസ്മലയിലോട്ടുള്ളത്. സോ ഗൈസ്, നമ്മുടെ കയ്യിൽ ഗോപ്രോ കാര്യങ്ങളൊന്നുമില്ല. സോ ആക്ഷൻ ക്യാമറസ് ഒന്നുമില്ല. സോ ഇപ്പം ഈ ഒരു റൂട്ടിലാണ് കോൺക്രീറ്റ് ചെയ്ത റോഡ് തന്നെയാണ് റോസ്മലയിലോട്ട് കയറുന്നത്. സോ ഇപ്പോൾ കിരൺ എടുത്തുകൊണ്ട് പോവാണ് വണ്ടി. സോ ഈ ഒരു ഹൈറ്റിലാണ് വണ്ടി കയറുന്നത്. സോ ഏകദേശം ഒരു സ്റ്റീപ്പ് എന്ന് പറയാം, പക്ഷെങ്കിൽ അത്രമാത്രം ഇല്ല. അപ്പോൾ മാക്സിമം ഈ റോഡിൽ നമ്മൾ കയറുന്ന സമയത്ത് കുറച്ച് ഒരു 25% ഒരു ഓഫ് റോഡും കാര്യങ്ങളും ഉണ്ട്. ജസ്റ്റ് ഒന്ന് ചിന്തിക്കുക വണ്ടി കാര്യങ്ങൾ എടുക്കുന്നതിന് മുമ്പ്. ആൻഡ് ഈ ഒരു വ്യൂ അല്ലെങ്കിൽ ഈ ഒരു ആംബിയൻസ് ഇറ്റ്സ് ടോട്ടലി ഓസം. എനിക്കറിഞ്ഞൂടെ ഇത് എത്രത്തോളം നിങ്ങളെ കാണിക്കാൻ പറ്റുമെന്ന്. പക്ഷെങ്കിൽ ഒരു 2 കാടിൻ്റെ നടുക്കൂടെ ഒരു റോഡ്, ഇറ്റ്സ് അമേസിങ്. സോ അതേപോലെ പണ്ട് ആക്ച്വലി നോക്കുവാണെങ്കിൽ ഒരു 3-4 വർഷം മുമ്പാണെന്ന് തോന്നുന്നു ഈ റോഡ് ഫുള്ളി ഓഫ് റോഡായിരുന്നു. ആൻഡ് മെയിൻ ഓഫ് റോഡ് ആൾക്കാരുടെ ഫേവറേറ്റ് സ്പോട്ടായിട്ടായിരുന്നു ഈ ഒരു റോസ്മല അറിയപ്പെട്ടിട്ടുള്ളത്. ഈ ഒരു ഇടയ്ക്കായിട്ടാണ് ഒരു 4-5 വർഷത്തിനിടയ്ക്കായിട്ടാണ് ഈ വഴി ഇത്രയും കോൺക്രീറ്റ് ചെയ്തിട്ട് റോഡ് അത്യാവശ്യം ഐസൈഡ് റൈറ്റ് അത്യാവശ്യം നന്നായിട്ട് തന്നെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. സോ ലെറ്റ്സ് കണ്ടിന്യൂ അവർ ട്രിപ്പ്. റോസ്മല ടോപ്പിലെത്തിയതിനു ശേഷം നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മൾ ആ റോഡ് മെയിൻറ്റെയിൻ ചെയ്ത് നമ്മൾ നേരെ വന്നത് ഈ ഒരു റോഡിലോട്ട് കയറി. ഇനിയും കണ്ടിന്യൂ ചെയ്യാനുണ്ട്. ഓൾമോസ്റ്റ് ഒരു 5 കിലോമീറ്റർ നമുക്ക് ആ ഒരു റോഡ് മെയിൻറ്റെയിൻ ചെയ്യാനുണ്ട്. ആൻഡ് പുഴ നൊസ്റ്റാലജി ഫീലിംഗ് ആക്ച്വലി ഐ കുഡ് സേ. എന്താ പറയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ മൂമെൻറ്റ്. കാരണം ഇങ്ങനൊരു സ്പോട്ട്, ഇങ്ങനൊരു സമയം നമ്മൾ ജസ്റ്റ് ഒരു ട്രിപ്പ് ആക്ച്വലി പ്രതീക്ഷിച്ചല്ല. പക്ഷേങ്കിൽ ഇറ്റ് ഈസ് ആക്ച്വലി എ ഗുഡ് സ്പോട്ട് ടു ബി ഫ്രാങ്ക്. സോ ഈ ഒരു ഏരിയയിൽ അത്യാവശ്യം ബൈക്ക് നിർത്തിയിട്ട് നമുക്കൊരു ഫോട്ടോഷൂട്ടും കാര്യങ്ങളൊക്കെ ചെയ്യാവുന്നതാണ്. ആൻഡ് അത്രമാത്രം വെള്ളം ഇല്ലെങ്കിൽ പോലും യെസ് വെള്ളമുണ്ട്. നമ്മൾ ക്രോസ് ചെയ്യുന്ന സമയത്ത് ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ക്രോസ് ചെയ്യാനായിട്ട്. ഗൈസ്, അങ്ങനെ നമ്മൾ റോസ്മലയുടെ മെയിൻ ടോപ്പ് ചെക്ക് പോസ്റ്റിലെത്തിയേക്കാണ്. അവിടെ വരെ നമുക്ക് അത്യാവശ്യം കോൺക്രീറ്റ് റോഡാണ്. അതിനുശേഷം മേളിലോട്ട് കയറുമ്പോൾ ഇതാണ് ചെക്ക് പോസ്റ്റും കാര്യങ്ങളൊക്കെ. ആൻഡ് ഫ്രം ഹിയർ ഇവിടെ നിന്ന് അങ്ങോട്ട് നമുക്ക് ഓഫ് റോഡാണ് വരുന്നത്. അത്യാവശ്യം ഓഫ് റോഡാണ്, ബട്ട് കോൺക്രീറ്റും കാര്യങ്ങളും ഉണ്ട്. അപ്പോൾ ഇവിടെ മെയിൻലി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മുടെ വെഹിക്കിൾ നമ്പറും നമ്മുടെ ഡീറ്റെയിൽസും ഇവിടെ കൊടുക്കാനായിട്ടുള്ളത്. ഓക്കെ, സോ ഈ ഒരു ചെക്ക് പോസ്റ്റ് ക്രോസ് ചെയ്തിട്ടാണ് നമ്മൾ റോസ്മലയിലോട്ട് കയറുന്നത്. ആൻഡ് ഇതിൽ നിന്ന് മേളിലോട്ടുള്ളതാണ് ടോപ്പ് വ്യൂ എന്ന് പറയുന്നത്. അങ്ങനെ നമ്മൾ റോസ്മലയുടെ ടോപ്പിലെത്തിയിട്ടുണ്ട്. ഇവിടെ നിന്ന് നിങ്ങൾ ശ്രദ്ധിക്കുവാണെങ്കിൽ ആ ഒരു റോഡ്, യെസ് ആ ഒരു റോഡാണ് ഓഫ് റോഡും കാര്യങ്ങളും കയറി വരുന്നത്. ടിപ്പിക്കലി ഇപ്പോൾ നമ്മൾ നോക്കുവാണെങ്കിൽ ഓൾമോസ്റ്റ് ഒരു 55% വണ്ടി ഓഫ് റോഡിലാണ് നിൽക്കുന്നത്. ആൻഡ് വരുന്ന വഴിക്ക് നമുക്ക് കോൺക്രീറ്റും കാര്യങ്ങളും ഉണ്ട്. ബട്ട് അപ്പാർട്ട് ഫ്രം ദാറ്റ് അതർ ഏരിയയിലോട്ട് നമ്മൾ മൂവ് ചെയ്യുമ്പോൾ ഈ ഒരു വഴിയിലും കാര്യങ്ങളുമൊക്കെ നമുക്ക് ഓഫ് റോഡാണ് വരുന്നത്. സോ ഇതാണ് അതിൻ്റെ ടോപ്പ് വ്യൂ. കിരണും ഞാനും ഇപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ടേ ഉള്ളൂ. ആൻഡ് അവിടെ പോയി നമുക്ക് ടിക്കറ്റും കാര്യങ്ങളും എടുത്തിട്ട് നമുക്ക് വ്യൂ പോയിന്റിലോട്ട് കയറേണ്ടതാണ്. ഓക്കെ, സ്റ്റേ ട്യൂൺ. ഇവിടുത്തെ ക്ലൈമറ്റും കാര്യങ്ങളും നോക്കുവാണെങ്കിൽ മോഡറേറ്റ് ക്ലൈമറ്റാണ്. നമുക്ക് ഈ കോടം മഞ്ഞ് അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. അത് രാവിലെ നമ്മൾ വരുവാണെങ്കിൽ മാത്രം ഒരു 7 മണി 8 മണിക്കൊക്കെ വരുവാണെങ്കിൽ നമ്മളിവിടെ എത്തിയപ്പോഴത്തേന് തന്നെ ഏകദേശം 11 മണിയായി. സോ ഇതാണ് ഇവിടുത്തെ ടിക്കറ്റ് കൗണ്ടർ. സോ ഗൈസ്, നമ്മളങ്ങനെ ടിക്കറ്റ് എടുത്തു. ഇതാണ് ടിക്കറ്റ്. 80 റുപ്പീസാണ് ടിക്കറ്റ് 2 പേർക്ക്. സോ നമ്മളിപ്പം ഹൈ വ്യൂ പോയിന്റിലോട്ട് കയറുവാണ്. ടോപ്പ് വ്യൂ എങ്ങനെ ഉണ്ടാവുമെന്ന് ഒരു ഐഡിയ ഇല്ല. ഫസ്റ്റ് ടൈമാണ് ഞാൻ റോസ്മല വരുന്നത്. ആൻഡ് ലെറ്റ്സ് സീ എങ്ങനെ ഉണ്ടാവുമെന്ന്. ഗൈസ്, റോസ്മല കാണുന്ന പോലെയല്ല, നല്ല കയറ്റമുണ്ട്. മലയും പുഴയും
കാര്യങ്ങളും എല്ലാം. സോ ഇനിയും മുകളിലതോ ആ ടോപ്പിൽ കാണുന്നതാണ് നമ്മൾ അവിടെ എത്തേണ്ടത്. ലെറ്റ്സ് സീ. നടക്കാൻ കുറച്ച് അത് സത്യം, കുറച്ച് ദൂരമേ നടക്കാനുള്ളൂ. പക്ഷേ ആ നടത്തം ഓരോന്നൊന്നര നടത്തമാണ്. കാരണം നല്ല സ്റ്റീപ്പാണ്, പ്രത്യേകിച്ച് ഈ പാറയും കാര്യങ്ങളും ഉള്ളതുകൊണ്ട് നല്ല സ്റ്റീപ്പ് തന്നെയാണ്. അങ്ങനെ നമ്മൾ ടോപ്പ് വ്യൂവിൽ എത്തിയിട്ടുണ്ട്. സോ ഇതാണ് അതിൻ്റെ എൻട്രൻസ്. യെസ്, റോസ്മല. ഇതതിൻ്റെ വാച്ച് ടവറും കാര്യങ്ങളുമാണ്. സോ ഇവിടെ നിന്നുള്ള വ്യൂ ആണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇവിടെ നിന്നുള്ള ടോപ്പ് വ്യൂ എന്ന് പറയുന്നത് അൾട്ടിമേറ്റ് എന്ന് പറഞ്ഞാൽ അൾട്ടിമേറ്റ്. സി, ഈ ഒരു വ്യൂ ഡിഫറെൻറ്റ് ഐലൻഡായിട്ട് തന്നെ തിരിച്ചു വെച്ചേക്കുന്ന പോലുള്ളൊരു ഫീലാണ്. യുനോ, ലെറ്റ്സ് സീ ഹൗ ബ്യൂട്ടിഫുൾ ദി റോസ്മല ഈസ്. സോ ഗൈസ്, ഇതാണ് റോസ്മലയുടെ ഏറ്റവും ടോപ്പ് വ്യൂ. സോ ദിസ് ഈസ് ഹൗ ഇറ്റ് ലുക്സ്. See the beauty of nature. ഇതേപോലൊരു വ്യൂ എൻ്റെ ലൈഫിൽ ഞാൻ കണ്ടിട്ടില്ല. ഫസ്റ്റ് ടൈം എൻജോയിങ് ദ ബ്യൂട്ടി. ഗൈസ്, ആ എഡ്ജിൽ കാണുന്നത് ഒരു ഡാമാണ്. ആൻഡ് ദ സെയിം വേ ഇറ്റ് ഗോസ്. ഈ ഒരു ലൈനിൽ ആ ഒരു എഡ്ജും ഒരു ഡാം സൈഡാണ്. സോ ഗൈസ്, അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി നമ്മുടെ സെയിം ലൊക്കേഷനിൽ എത്തിയിട്ട് തിരിച്ച് നമ്മൾ വീട്ടിലോട്ട് പോവാണ്. സോ ഇവിടെ ഒന്ന് ഒരു സൈൻ ഓഫ് പറയാമെന്ന് വിചാരിച്ചു. സോ ഗൈസ്, അങ്ങനെ ട്രിപ്പ് ക്ലോസ് ചെയ്യാൻ പോവാണ്. സോ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതേപോലെ വീഡിയോസ് കാണാനും കേൾക്കാനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സോ സ്റ്റേ ട്യൂൺ. ടിൽ ദെൻ, ഐ എം സൈനിങ് ഓഫ്. ബൈ.